ഹലോ, അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായി. ഖത്തറിൽ എല്ലായിടത്തും തണുപ്പായിന്. അപ്പം ഇന്നലെ സഫാരി പോയിട്ട് ഷട്ടർ വാങ്ങിയിട്ടാ. അപ്പോൾ ഭയങ്കര തണുപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു തണുപ്പ് ഇങ്ങനെ ഒരു കൊല്ലം ഷട്ടർ വാങ്ങാറില്ല, പക്ഷെ ഇക്കൊല്ലം പോയിട്ട് വാങ്ങി. 20 റിയാൽ കേട്ടാ. ഇതാണ് ഷട്ടർ, 20 റിയാൽ. അത്ര നന്നൊന്നല്ല, കണ്ടങ്ങനെ പൊന്തുന്നുണ്ട്. ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ, അപ്പോൾ അതിന് പൊന്തൽ തുടങ്ങി. അത്ര നല്ല ഷട്ടറൊന്നല്ല, എന്നാലും തണുപ്പത്തിടാം, അത്രയേ ഉള്ളൂ. പിന്നെന്താണ് വിശേഷം? ഇപ്പം നമുക്കൊരു പുട്ടുണ്ടാക്കിയാലോ? പുട്ടുണ്ടാക്കാനല്ലേ, പുട്ട് ഒരുപാട് വട്ടം കാണിച്ചില്ലേ. അപ്പം ഇന്നലെ ഞാൻ സഫാരി പോയത് മത്തി വാങ്ങാനാണ് കേട്ടോ. മത്തി വാങ്ങാൻ സഫാരി പോയിട്ട് മത്തി കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു കുണമില്ലാത്ത മത്തി. നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല മത്തിയാന്നൊരു തോന്നില്ലേ. അപ്പോൾ അത് ആ മത്തി കണ്ടപ്പോഴേ എൻ്റെ മനസ്സൊന്ന് ചടച്ചു പോയി. പിന്നെ ആരേച്ചി നല്ല മത്തി വാങ്ങാം, ഒരു കപ്പ വാങ്ങാം, എന്നിട്ട് മത്തി മുളകിട്ടിട്ട് കപ്പ പുഴുങ്ങാന്ന് വിചാരിച്ച് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ എല്ലാ പ്രതീക്ഷയും പോയി കേട്ടോ. സഫാരിന്ന് വാങ്ങിയിട്ട് മറ്റേ സ്റ്റിക്കറൊന്നും പൊട്ടിച്ചിട്ടിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് അങ്ങനെ സഫാരി പോയി ആ പ്രതീക്ഷ പോയി. മത്തിക്ക് വില ഒന്നുമില്ല, പക്ഷെ ഗുണമില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ? ഇതെന്താ, ഒട്ടകം വാങ്ങി 13 റുപ്യ, 13.90, 14 കൂട്ടിക്കോ. അപ്പം ഞാൻ വിചാരിച്ച് ഒട്ടകം വാങ്ങിയിട്ടാ. അപ്പം നല്ല ഒട്ടകം വരട്ടിയതും നെയ്ച്ചോറും ആക്കിയാലോ എന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ല, നല്ല സഫാരി പോയിട്ട് വാങ്ങിയത്. അപ്പം നല്ല മത്തി അവിടുന്ന് കിട്ടുമല്ലേ. ഇന്ത്യ സൂപ്പർ മാർക്കറ്റ് പോയാൽ കിട്ടും നല്ല. എനിക്ക് തോന്നുന്നു അവിടെ പിന്നെ നല്ല മീനുണ്ട്. സഫാരിയിൽ ഒരുപാട് മീനുകളുണ്ട്, പക്ഷെ എനിക്ക് വലിയ മീനിന് ഒന്നും ഇഷ്ടമല്ല. വലിയ മീനൊന്നും ഞാൻ ആകെ വലിയ മീനിൻ്റെ എന്താ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തലയാണ്. അല്ലാതെ എനിക്ക് വലിയ മീനൊന്നും ഇഷ്ടമല്ല. ഞാൻ ഈ ചെറിയ അയില, മത്തി, നമ്മളെ മാന്തള്, ചെറിയ കോര, അങ്ങനത്തെ അല്ലേ കഴിക്കുകയുള്ളൂ. അയക്കൂറല്ല എന്ന് കൊണ്ടുവച്ചതാ ഫ്രിഡ്ജിൽ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കിയില്ല ബിരിയാണി, പിന്നെ 2 കഷ്ണം എടുത്ത് പൊരിച്ച്. അപ്പം ഇന്ന് നമുക്ക് മുള്ളനുണ്ട് ഫ്രിഡ്ജിൽ, നല്ല മുള്ളൻ പൊരിക്കല്ലേ. കറി എന്തെങ്കിലും വെക്കാം, അതാണ് നല്ലത്. നിർത്താളേ, ഇനി എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പം എല്ലാവർക്കും തണുപ്പാണല്ലേ പ്രശ്നം. ഇനി എല്ലാവരും ചൂടുവെള്ളം കുടിച്ചോളിട്ടാ. ചൂടുവെള്ളം നല്ലതാണ്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. അപ്പം ഞാൻ എന്താക്കിന്നാ മുള്ളനിട്ട് പുറത്ത് വെച്ച്. അപ്പം നമുക്കത് പൊരിക്കാം. വേറെ എന്തേലും തട്ടിക്കുട്ടി കറിയൊന്ന് വെക്കാം. നാളെ നമുക്ക് എന്താ ചെയ്യാം? നാളെ നമുക്ക് നല്ല ഒട്ടകം വരട്ടിയതും കുറച്ച് നെയ്ച്ചോറും വെക്കാം. അതാ നല്ലതല്ലേ. അപ്പം നമുക്ക് എന്താക്കുക, പുട്ടുണ്ടാക്കുക. അപ്പം നമ്മൾ പുട്ടുംപൊടി ഇതാണ് കേട്ടോ, നമ്മളെ ചോന്നരിന്റെ പൊടിയാണ്. ഇതാ നല്ലത്. പുട്ടെല്ലാം കുറച്ചുണ്ടാവുള്ളൂ, പെട്ടെന്നാവും. 2 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും. കുക്കറിൽ വെക്കുന്നു. നല്ല തണുപ്പാ. അപ്പൊ ഉപ്പിട്ടോട്ട് പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത് കേട്ടോ. നല്ല ഇതായിരിക്കും. നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് നന്നായിട്ട് പത വരുവോളം കുഴച്ചെടുക്കണം കേട്ടോ. ഭയങ്കര ഇരുടായി കിച്ചണില്.
ഒരു നല്ല ഇത് വാങ്ങണം. നമുക്ക് മൊബൈൽ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള ലൈറ്റ് എല്ലാം ഉള്ള സ്റ്റാൻഡ് വാങ്ങണം. അന്ന് ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ അത് ഓഫർ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾക്ക് പൈസ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വാങ്ങണം എന്നുണ്ടായിരുന്നു. ഓഫർ ഉണ്ടാകുമ്പോ വാങ്ങാൻ നല്ലത്, അല്ലെങ്കിൽ നല്ല പൈസ ആവും. അതാകുമ്പോ ഈ ഇരുട്ട് മൂടിയ കിച്ചണിലല്ലേ, നല്ല വെളിച്ചം ഉണ്ടാവും. ആ ലൈറ്റ് ഇട്ട് കൊടുക്കാൻ. ഇപ്പൊ നല്ല കണ്ട കുട്ടുപൊടി കളറ് നോക്കണ്ടട്ടാ, ഭയങ്കര ടേസ്റ്റായി കുട്ടി. നന്നായിട്ട് നനക്കണം. ഈ നനയിലാണ് നമ്മ പുട്ട് നന്നാവുക കേട്ടാ. പുട്ടുണ്ടാക്കുക, പഴം കൂട്ടുക, പുട്ടും ചായയും കഴിക്കാം. നന്നായിട്ട് കുഴച്ചിട്ടാ. ഇതിങ്ങനെ അതാ നോക്കിക്കോളി, ഇങ്ങനെ പിടിക്കുമ്പില്ല, ഇങ്ങനെ ആവണം. അപ്പോഴാണ് പുട്ട് എന്താ നനഞ്ഞെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഒന്ന് നനയ്ക്കുക. ഓവർ വെള്ളമൊഴിച്ച് വെക്കരുത്. കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അറിയാം പുട്ട് നന്നായിട്ട് നനഞ്ഞിരുന്നു. അതെല്ലാരും ശ്രദ്ധിച്ചിട്ടാണ്. പിന്നെ ഞാനിനി പുട്ടുണ്ടാക്കട്ടെ. അപ്പൊ നല്ല ചൂടുള്ള പുട്ടും പഴം പാൽച്ചായി തേങ്ങ ഇട്ട് കൊടുക്കുക. പുട്ടിടാൻ ആർക്കും അറിയാത്തല്ലേ, ചെറിയ കുട്ടിയൊക്കെ വരെ അറിയാം പുട്ട് എങ്ങനെ ചൂടുന്നു. നമ്മള് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മള് പുട്ടിട്ട് കൊടുക്കും. പുട്ടും പൊടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഇടാട്ടാ. അത്രേ ഉള്ളൂ. ഇപ്പൊ കണ്ടല്ലോ, ഒറ്റ പുട്ട്. ഈ ഒരു പുട്ടേ ഉള്ളൂ. ഇത് എനിക്ക് കണക്കാ. നേരെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമ്മള് പുട്ട് വെച്ചുകൊടുക്കുക കുക്കറിൽ. ഇപ്പൊ കണ്ടല്ല നമ്മളെ നല്ല പുട്ട്. ഈ ഒരു പുട്ട് തന്നെയാണ്. പിന്നെ നമ്മളെ ചായ, ഒറ്റ ഗ്ലാസ് ചായ ഉള്ളു. അപ്പം ചായ, പിന്നെ പഴം. അപ്പം ഇന്നത്തെ ഫുഡ് കണ്ടല്ലോ. ഇപ്പോൾ തണുപ്പാണ്, എല്ലാവരും ചൂടെല്ലാം കുടിക്കാൻ നോക്കുക. ശരിക്കും ഇനി പച്ചവെള്ളമൊന്നും പോകില്ല, അത്രയും നല്ല തണുപ്പായിന്. ഒരു പഴം കൂടി ഇട്ടട്ടെ, നല്ല ചെറുപഴം. നല്ല കുഴച്ചിട്ട് കഴിച്ചോളൂ കേട്ടാ. ഇപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ഷട്ടർ വാങ്ങി നിങ്ങൾക്ക് കാണിക്കണ്ട. ഷട്ടറിൻ്റെ കളർ എങ്ങനെയുണ്ട്, രസമില്ലേ? 20 റിയാൽ. പിന്നെ തണുപ്പത്ത് ഇടാൻ 2 പാൻറ് വാങ്ങി. നല്ല തണുപ്പല്ലേ. അപ്പോൾ ഇതെല്ലാം ഇത്രയല്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടാ. ഇത് വലത്തെ കൈയാണ് കേട്ടാ. ഇതിങ്ങനെ പറയുന്നത്. ഇന്നലെ കമന്റുകൾ ഇങ്ങനെ വരിക, താത്ത ഇടത്തെ കൈ കൊണ്ട് കഴിക്കല്ലേ, ബിസ്മി കൂട്ടി കഴിക്കുക. ഞാൻ ബിസ്മി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഇത് തിന്നുന്നുണ്ട്. നമ്മള് ബിസ്മിന്ന് മറ്റുള്ളവരെ കേൾപ്പിച്ചിട്ട് തിന്നണം, അത് വേണ്ടല്ലോ. നമ്മളെ ബിസ്മി നമ്മളെ ഇതില് ചൊല്ലിയിട്ട് നമ്മക്ക് ബിസ്മി ചൊല്ലിന്ന് ഉറപ്പ് വരുത്തിയാ പോരെ. മറ്റുള്ളവരെ കേൾപ്പിച്ചെന്തിനാ അല്ലേ? ഞാൻ ഉറക്കനെ ബിസ്മി പറയും. അപ്പം എല്ലാവരും കേൾക്കുമല്ലോ. നല്ല ചൂടാ. ഇങ്ങനെ പുട്ടെടുക്കുക. ഇതൊക്കെ ഒരു കഷ്ണം പഴവും വെക്കുക. പഞ്ചസാര ഇട്ടോളൂ കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ടിങ്ങനെ കുഴക്കുക.
സൂപ്പറാ. ഇപ്പം തണുപ്പത്ത് ഇപ്പം നിങ്ങൾ വിചാരിക്കും താത്ത എപ്പോഴും പുട്ടാണ് ഇന്നല്ലേ. പുട്ട് പെട്ടെന്ന് പണിയല്ലേ. നമുക്ക് വിശന്നിരിക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതി പുട്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ. പഠിച്ചാൽ എല്ലാവർക്കും സുഖമായി കൊടുക്കട്ടെ. നല്ല രസമായി പുട്ട് കേട്ടോ. നമ്മളെ പാലക്കാടൻ ചുവന്നരിയില്ല, എന്താ പറയുക, മട്ടനരിയ, അതിൻ്റെ പുട്ടാണ് കേട്ടോ. നല്ല രസമാണ്. നമ്മളെ വെള്ളരിനെക്കാട്ടി നല്ലത് ഈ പുട്ടാണ്. നല്ല മായ കണ്ട. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇന്ന് 2-ാം തീയതി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ ബൈ.